നമസ്കാരം. ബിഗ് ബോസ്. ഇന്ന് രാവിലെ ഒരു ചെറിയ ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് സംഭവം ഇതായിരുന്നു. ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ട് ഇപ്പൊ വീക്കായി പോയ കണ്ടസ്റ്റന്റ് ആരാണെന്ന് ഒരാളുടെ പേര് പറയുക. ഈ ബിഗ് ബോസിൽ വന്നിട്ട് ആദ്യം വീക്ക് ആയിരുന്നിട്ട് ഇപ്പൊ സ്ട്രോങ് ആയ കണ്ടസ്റ്റന്റിന്റെ പേര് പറയാം. അതായിരുന്നു ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ഭൂരിഭാഗം പേര് ആദ്യം സ്ട്രോങ് ആയിട്ട് വന്നിട്ട് വീക്കായിട്ട് പോയ ആളുടെ പേര് നെവിന്റെയാണ്. അത് ശരിയാണ്, നമുക്കെല്ലാം അത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യമൊക്കെ നെവിൻ നല്ല ഇതായിരുന്നു. ഇപ്പം ആ ഷാനവാസിന്റെ ഇഷ്യൂ കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ കുറച്ച് ഡൗൺ ആണ്. അതേപോലെ നൂറയുടെ പേരാണ് പറഞ്ഞത്. ആദ്യം വീക്ക് ആയിട്ട് ഇരുന്നിട്ട് ഇപ്പൊ സ്ട്രോങ് ആയ ആളെന്ന് പറഞ്ഞ രീതിയിൽ നൂറയുടെ പേരാണ് കുറെ പേര്. അതുപോലെ സാബുമാന്റെ പേര് പറയുന്നുണ്ട്. അനീഷ് ആദ്യം സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ട് ഇപ്പം കൂട്ടുകെട്ടിൽ പെട്ടുപോയി എന്ന് പറയുന്നത് അനീഷിന്റെ പേരാണ് പറയുന്നത്. അനുമോളുടെ പേര് പറയുന്നത്. അനുമോൾ വലിയ ടെററായിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് സേഫ് ഗെയിം കളിക്കുന്ന പോലെ, കുറച്ച് വീക്ക് ആയ പോലെ തോന്നുന്നു. അതുപോലെ ലക്ഷ്മി വന്നപ്പോൾ ഭയങ്കര ടെററായിരുന്നു, ഇപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ കുറെ പേര് അങ്ങനെയൊക്കെയാണ് ഇന്ന് ആ ടാസ്ക് കഴിഞ്ഞത്. അതേപോലെ തന്നെ അതിനകത്ത് അക്ബറിന്റെ പേരൊന്നും ആരും പറഞ്ഞിട്ടില്ല, ഷാനവാസിന്റെ പേര് ആരും പറഞ്ഞിട്ടില്ല, ആര്യന്റെ പേര്, ജിസേലിന്റെ പേര്, അങ്ങനെയൊന്നും ആരുടെയും കാര്യം പറഞ്ഞിട്ടില്ല. അഭിലാഷിന്റെ പേര് ആരോ ഒരാൾ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം. പക്ഷെ അതൊന്നും അല്ല ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടിയാണ്. അതായത് ഷാനവാസ് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഷാനവാസിന്റെ ആഹാരം കുറച്ച് കിട്ടിയില്ലെന്നോ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, അപ്പം കുളിക്കാൻ അത്ര സമയം എടുത്തു, അടുക്കള പണിയൊന്നും ചെയ്തില്ല, എന്നിട്ട് കഴിക്കാനായിട്ട് വന്നേക്കുന്നു. ഇനി ഭയങ്കര ഫയറാണ്. രണ്ടും തമ്മിൽ പൊരിഞ്ഞടിയാണ്, പൊരിഞ്ഞടി. പിന്നെ പിന്നെ പറയുന്നു വീട്ടിലിരിക്കുന്ന പെണ്ണുമ്പിള്ള ഭാര്യമാർ അങ്ങനെ ചെയ്യുമായിരിക്കും, ഇവിടെ ആരും അങ്ങനെ ചെയ്യാനില്ല. അത് മനസ്സിൽ വെച്ചോണ്ട് ഷാനവാസ് നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി കാണിച്ചാൽ മതി പെങ്കോതൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറേ ദിവസമായിട്ട് കാണുന്ന കാര്യമാണ്. അന്ന് ജയിലിന്റെ മുമ്പിൽ വെച്ച് ഇന്നലെ ഒക്കെ നമ്മൾ സെയിം ഒരേ കാര്യം, ഒരു വ്യത്യാസവും. അതായത് അനീഷ് പോയി ആദിലയോട് പാത്രം കഴുകാൻ പറയുന്നു, ആദില കഴിയത്തില്ലെന്ന് പറയുന്നു. ഇത് തന്നെ ആദില പാത്രം കഴുകാൻ, ഇല്ല ഞാൻ കഴിയത്തില്ല, ആദില പാത്രം കഴുകാം, ഞാൻ കഴുകാം, പിന്നെ കഴുകിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തന്നെ തനിക്ക് എന്താണോ ചൊറിച്ചിലാണോ, താൻ ചൊറിയുന്നെങ്കിൽ അങ്ങോട്ട് മാറി പോയി തിന്ന്, തന്റെ ചൊറിച്ചിൽ ഞാൻ ചൊറിഞ്ഞു തരത്തില്ല, അങ്ങനെ എന്നൊക്കെ ആദില പറയുന്നു. അപ്പോഴും അനീഷും ഒക്കെ ഉണ്ടാക്കിയിട്ടെന്ന് കുറേ നേരം പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ അനീഷ് പോയി ഞാൻ എങ്കിൽ കഴുകിക്കോളാം പറയുമ്പോഴത്തേക്ക് ആദില അങ്ങോട്ട് ചെന്ന് ഇന്നലെ കാണിച്ച അതേ സെയിം, അത് അവർ തന്നെ ഇവിടുന്ന് നൂറേം ഒക്കെ ബിന്നിയും ഒക്കെ പറയുന്നുണ്ട്. ഇന്നലത്തെ ഇതേ കാര്യങ്ങൾ തന്നെയാണ്, റെപ്പറ്റീഷൻ ആണല്ലോ നടക്കുന്നത്. ശരി, അതേ റെപ്പറ്റീഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമില്ല അവർക്ക്. അവിടെ അടുക്കള ചെന്ന് എല്ലാവരും കൂടി പൊരിഞ്ഞാടി, എല്ലാവരും അതിനകത്ത് പൊരിഞ്ഞാടി. അതേപോലെ തന്നെ ജിസേലിന് ആഹാരം വെച്ചില്ലെന്ന് പറഞ്ഞ് ആര്യനുമായിട്ട് ഒരു അടി. അങ്ങനെ ആര്യനും ജിസേലും അങ്ങനെ തെറ്റിപ്പിരിയുന്ന നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ആര്യൻ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്, ഇച്ചിരി പകുതി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം അവൻ എല്ലാവർക്കും കൊടുക്കുമോ എന്നൊക്കെ തീർന്നു പോയി. അവസാനം ഷാനവാസിന്റെ പകുതി മേടിച്ചവർക്ക് കൊടുക്കുന്നു. അങ്ങനെ എന്തായാലും പൊരിഞ്ഞ അടി നടക്കുകയാണ്. എന്താ കൺക്ലൂഡ് ആയിട്ടില്ല, നമുക്ക് നോക്കിയിട്ട് പിന്നെ പറയാം.